ഞങ്ങളെ ശത്രുക്കളാണ് മാമാ ഈ ഉറുമ്പുകളെല്ലാം. ഞങ്ങളുടെ പാത്രത്തിൽ വയ്ക്കുന്ന ചോറ് ദൈവമാരാ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ കുറച്ച് വലുതായെന്നും പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങളെ പാത്രത്തിലെ ചോറ് തീരുമോ മാമ? ഈ ഉറുമ്പ് കുട്ടന്മാരാ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ വരെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുകയാണ്. തറയിലിറങ്ങിയാൽ ഞങ്ങൾ കൊല്ലും മാമ. ഞങ്ങളെ വഴക്ക് പറയരുത്. നോക്കിയേ, ഒരുപാട് പേരുണ്ട്. യവന്മാരെല്ലാം എണ്ണി വെച്ചിരിക്കുകയാണ്. മായു, കുട്ടൂസ്, വിട്ടുകളെ, ചെറിയ ഉറുമ്പുകളല്ലേ, ഒന്നോ രണ്ടോ ചോറല്ലേ കൊണ്ടുപോവുള്ളൂ. ക്ഷമിക്കടാ പൊന്നു മക്കളെ, നിങ്ങൾ വിട്ടിട്ട് പോര്. അവർ നിങ്ങളെ കടിക്കും കേട്ടോ. ഞങ്ങൾ താഴെ ഇറങ്ങിയാൽ ചവിട്ടി കൊല്ലും മാമ. ഇപ്പോഴും കാണിച്ചു തരാം. ഹായ്, നോക്കൂ, രണ്ട് വില്ലന്മാരിയ്ക്കുന്ന കണ്ടോ? ഇടതു മായു, വലതു ലുട്ടു, സെൻറ്ററിലിരിക്കുന്നത് അമ്മ പൊന്നമ്മ. അതുപോലെ തന്നെ കുട്ടൂസിനെയാണ് വിരുന്നുകാരി വാല് കറക്കി കളിപ്പിക്കുന്നത്. രാവിലെ തന്നെ രണ്ടുപേരും നല്ല ജോഡിയായിട്ടുണ്ട് കേട്ടോ. എന്തു പറ്റിയെന്നറിയില്ല. ഇതുപോലെ പിള്ളേരെ കളിപ്പിച്ച് ഈ വിരുന്നുകാരി എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇടിക്കുകയാണ്. 1-2 പ്രാവശ്യം അനുഭവമാണ് കേട്ടോ. എടാ, ഞാൻ വെറുതെ പറഞ്ഞേടാ, എന്നെ അടിക്കല്ലേടാ, ഞാൻ തമാശ പറഞ്ഞതല്ലേ. എടാ വിടടാ എന്നാ. ഈ ചെറുക്കൻ മായുവിൻ്റെ അടുത്ത് ഒരു തമാശയും പറയാൻ പറ്റില്ല. അവന് പെട്ടെന്ന് ദേഷ്യം വരും. നിനക്ക് ഇത്തിരി കൂടുതലായിട്ട് എന്തെങ്കിലും തമാശ പറച്ചിൽ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ലൈസൻസ് ഇല്ലാതെ വിളിച്ച് പറഞ്ഞതിലാണ് എനിക്ക് ദേഷ്യം. നിന്നെ അതുകൊണ്ടാണ് ഞാൻ വീട്ടില്ലെന്ന് കേട്ടോ. നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. എടാ വിട്, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇനി ഞാനങ്ങനെ പറയത്തില്ല. എൻ്റെ അമ്മയാണ്, അച്ഛനാണ് സത്യം. ഇനി അങ്ങനെ ആവർത്തിക്കില്ല. നീ വിട്ടേരെ. രാവിലെ എല്ലാവരും ഒത്തുകൂടി ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ലുട്ടു മായുവിനെ എന്തോ കളിയാക്കിയതാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അതിൻ്റെ ഒരു ചെറിയ പിടിയും വലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊരു സ്നേഹമുള്ള പിടിയും വലിയൊക്കെയാണ്, വളരെ വൈരാഗ്യമുള്ള അടിയൊന്നുമല്ല കേട്ടോ. അങ്ങനെ അവർ കളിക്കുകയാണെന്ന് തോന്നാം. രാവിലെ തന്നെ എന്തെങ്കിലും കാരണം കണ്ടെത്തി ഒരു കളി തുടങ്ങണമല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. 2 ദിവസം കൊണ്ട് മാമന് കുറച്ച് ദൂരമായിട്ടാണ് പണി. അങ്ങനെ പോയി വരുമ്പോൾ വൈകിട്ട് 6-6:30 മണിയാകുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇടുന്നത് ഒരു 5 മണിക്കാണല്ലോ. അപ്പോൾ അതിനുള്ള സമയം മാമന് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ വരായിരുന്നത്. കഴിവതും ദൂരെ പണിയാണെങ്കിൽ ഇതുപോലെ വീഡിയോ മുടങ്ങും കേട്ടോ. ഇവിടെ കളിയാണെങ്കിലും അടിയാണെങ്കിലും ഒരു ഒത്തീർപ്പില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പിള്ളേർ നല്ല സന്തോഷത്തോടെ തന്നെയാണ് രാവിലെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ദേഷ്യമായിട്ടുള്ള കളി നമുക്ക് കാണാം. അങ്ങനെ നല്ല കളിയുമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടൂസ് തൊട്ട് അടുത്തിരുന്ന് ഈ കളികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് ആരാ വരുന്നത്? സ്വന്തം അമ്മയാണ് വരുന്നത്. കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നോക്കി അമ്മ വരുന്നത് നേരെ അടുക്കളയ്ക്കാണ്. പിള്ളേരാണെങ്കിലോ കളിയുടെ ലഹരിയിൽ അമ്മയെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ കുത്തിമറിഞ്ഞ് കളിക്കുകയാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടൂസ് അവന് കളിക്കാൻ വയ്യാതെ ഇവരുടെ കളിയെ നിരീക്ഷിച്ച് നോക്കി അമ്മയെ നോക്കിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അമ്മയുടെ അടുത്ത് പിന്നെ ആയാലും പോകാം. ലുട്ടു മായുവിൻ്റെ കളി തന്നെയാണ് നല്ല നേരം പോക്കെന്ന് മനസ്സിലാക്കിയ നമ്മുടെ കുട്ടൂസ് ഒന്നിലും പങ്കെടുക്കാതെ എത്ര സമയം കുട്ടൂസ് ഇരുന്ന് കളി കാണുമെന്ന് കണ്ടറിയണം. കുട്ടൂസ് എന്തായാലും ചാടിയിട്ടുണ്ട്. അങ്ങനെ 3 പേരും ജോഡിയായിട്ട് കളികൾ രാവിലെ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ചെറിയ തമാശക്കളിയും രസമായിട്ട് നടക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടൂസിന് ഏറ്റവും വലിയ ഇഷ്ടമേ മാമിയുടെ ചെടികൾ കടിച്ച് പറിക്കുക എന്നുള്ളതാണ്. മായു മാവിൻ്റെ ചുവട്ടിൽ തവള കിടക്കുന്നത് പോലെ കാല് നീട്ടി കിടക്കുന്നത് കണ്ടോ. 3 പേരും 3 വഴിക്ക് മാറിയപ്പോഴാണ് മായു ഇവിടെ ഇതുപോലെ വന്ന് കിടക്കുന്നത്. നമുക്ക് മായുവിൻ്റെ അടുത്തോട്ട് ചെന്ന് 2 തലോട് കൊടുക്കാം. ചെറുക്കൻ ക്ഷീണിച്ച് കിടക്കുകയാണ് കേട്ടോ, നേരത്തെ ഉള്ള കളിയിലേ. അങ്ങനെ എന്നെ കണ്ടിട്ട് ചെവി ഓർത്ത് കിടക്കുകയാണ്. നല്ല സ്നേഹമുള്ള നമ്മുടെ മായുക്കൂട്ടൻ. അതുപോലെ തന്നെ ലുട്ടു തളർന്നിട്ട് ഇവിടെ വന്നിങ്ങനെ ഒതുങ്ങി കിടപ്പുണ്ട്. ചെറുക്കൻ്റെ അടുത്തേക്കും ചെന്ന് അവനും കൊടുക്കും ഒരു തലോട്. ഞാൻ ചെല്ലുന്നതുകൊണ്ടാണ് ആ മുഖമൊക്കെ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത്, എന്നെ നോക്കുകയും ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നല്ല സ്നേഹമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവനും ചെന്നൊരു തലോട് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ അവനെ ഒന്ന് തടവി വിട്ടളെ. നോക്കിയേ, എന്നെ കണ്ട് നോക്കുന്ന കണ്ടോ? എന്താ പാവം കുഞ്ഞുങ്ങളാണെന്നറിയോ. സ്നേഹമുള്ള, കുരുത്തക്കടില്ലാത്ത, പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളാണ് അവന്മാർ 3 ആളും. 5 മിനിറ്റ് പോലും തികച്ചു കിടക്കാതെ ഓടിക്കളയുന്ന കുട്ടികളാണ് കേട്ടോ. കുരുത്തക്കടില്ലാത്തതേ അത്ര പാവം പിടിച്ച കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അയ്യോ. അടുത്തത് കുട്ടൂസ്. എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ടിങ്ങനെ പരക്കം കൊണ്ട് നോക്കുന്നുണ്ട്.
എന്തെങ്കിലും പിടിക്കാൻ കഴിഞ്ഞാൽ അതൊരു വളരെ പുണ്യമായി കാണുന്ന കുട്ടൂസാണ് കേട്ടോ. അവരെ കൊണ്ട് പിടിക്കാൻ കഴിയുന്ന ചെറിയ ഇരകളെ തേടിയാണ് പിള്ളേർ പരക്കം കൊണ്ട് പായുന്നത്. ഇതാ ഇവിടെ മായു തന്നെ ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഇങ്ങനെ കറങ്ങി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ കറക്കമൊക്കെ നടത്തിയിട്ടേ ഇതാ മാമിയുടെ ചെടി അതിലാണ് കയറിയിരുന്ന് കളിക്കുന്നത്. പൊന്നുപോലെ നോക്കി നല്ല പൂവിടുന്നൊരു ചെടിയാണ്. അതിലിപ്പോൾ പൂക്കളൊന്നുമില്ല, നിറയെ പൂവിടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലാണ് കയറി കളിക്കുന്നത്. ഇതൊന്നും മാമി അറിയുന്നില്ല. എവിടെയെല്ലാം ഇരുന്ന് കളിച്ചാലും അവസാനം വന്നെത്തുന്നത് ഈ മാമിയുടെ ചെടിയുടെ അടുത്തായിരിക്കും കേട്ടോ. ഒരു ദിവസം പോലും മാമിയുടെ ചെടിയിൽ അവർ കയറിയിരുന്ന് കളിക്കാത്ത ദിവസങ്ങളുണ്ടാവില്ല. എന്ത് വേലത്തരങ്ങൾ കാണിച്ചാലും കുഞ്ഞുങ്ങളല്ലേ എന്നാണ് മാമിയുടെ ഒരു വാക്ക്. അത് മനസ്സിലാക്കിക്കൊണ്ട് പിള്ളേരിതാ ഇതുപോലെ കാണിച്ചു കൂട്ടുന്ന വേലത്തരങ്ങളും. ഇത് ഈ ഒരു ചെടിയിൽ മാത്രമല്ല ഈ പിള്ളേർ വന്നിരിക്കുന്നത്. അവർക്ക് ഏതൊക്കെയാണ് ഇഷ്ടമാവുന്നോ അതിലൊക്കെ പോയിരുന്ന് കളിക്കും കേട്ടോ. അത് ഒടിഞ്ഞു പോയാലും ശരി, പൊടിഞ്ഞു പോയില്ലെങ്കിലും അവർ ഡെയിലി കളിക്കേണ്ടത് അവിടെ നിന്ന് കളി നടത്തിയിട്ടേ ഇരിക്കും. അങ്ങനെയുള്ള നേരം പോക്കാണ്. എന്തുകൊണ്ടാണെന്നോ പിള്ളേരടിക്കാത്തത്? ചെടിയിലിരുന്ന് കളിച്ചാൽ അവരെങ്ങോട്ടും പോകത്തില്ല കേട്ടോ. ഞങ്ങളുടെ ഈ മുറ്റത്ത് തന്നെ കളിച്ച് കൂടിയങ്ങ് നിന്ന് പോവും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവരെ എപ്പോഴും പോയി നോക്കണം. ഈ മുറ്റത്തുനിന്ന് കളിച്ചാൽ ഞങ്ങൾ ഒരു അരമണിക്കൂറൊന്നും അവരെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അവരിവിടെ നിന്ന് മാറിപ്പോകില്ല. എന്താ നല്ല സെറ്റോടെ ഇരിക്കുകയാണ് ആ ചെടിയുടെ മേളിൽ. ഇതുണ്ട് അതിലെ പൂവൊക്കെ ഉണ്ട്, നല്ല പൂവാണ് ചെറിയ. അതിലാണ് ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ മായുവാണ് ഈ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നത് കേട്ടോ. നോക്കിയാണ് ഇതൊക്കെ മാമി കണ്ടാൽ സഹിക്കത്തില്ല കേട്ടോ. പിടിച്ച് അപ്പോഴേഞ്ഞ് വെളിയിലാക്കും. അടിച്ച് കളിക്കുന്നതിനോട് അത് കടിച്ച് മുറിക്കുന്നേ. അങ്ങനെ എന്തെങ്കിലും വേലത്തരങ്ങളൊക്കെ കാണിക്കാനായിട്ടുള്ള പരിപാടിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നിങ്ങനെ കളിക്കും. സമയം എന്തെങ്കിലും അടുക്കളയിലെ ഒരു പാത്രത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാലേ ഇവിടെ നിന്ന് ഒറ്റയും കുതിപ്പാണ്, ഓടി അങ്ങ് അടുക്കളയിൽ വരും. അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. ഞങ്ങളെ വീട്ടിലെ ചെറിയ പിള്ളേരുടെ ഇതുപോലുള്ള കളികൾ ഡെയിലി നിങ്ങളെ കാണിക്കാനാണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടം. എൻ്റെ ജോലിയുടെ കാരണവശാൽ ദൂരങ്ങളിലായിരിക്കും. അങ്ങനെ ആകുമ്പോഴെനിക്ക് വീഡിയോ ഡെയിലി നിങ്ങൾക്ക് തരാനോ ഈ പിള്ളേരെ കളി കാണിക്കാനോ പറ്റുന്നില്ല. അങ്ങനെയാണ് 2 ദിവസം കൊണ്ട് വീഡിയോ നിങ്ങളെ കാണിക്കാൻ പറ്റാതിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളെ വീട്ടിൻ്റെ പരിസരത്ത് പുതിയൊരു പയ്യൻ കറങ്ങി നടക്കുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ വിരുന്നുകാരിയെ കാണാൻ വരുന്ന ഒരു സുന്ദര കൂട്ടനാണ് കേട്ടോ. അവനാണ് ഈ അടുത്തിരിക്കുന്നത്. ഇവളെ കാണാനാണ് ഈ പയ്യനോട് വരുന്ന കാര്യം എനിക്കറിയില്ല. ഏതോ വലിയ വീട്ടിലെ ചെറുക്കനായിരിക്കും, പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലൊരു പന്തൽ വീഴും. അങ്ങനെയുള്ള സ്നേഹമാണ് ഇവർ തങ്ങളിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ലുട്ടുമാണ് ഇതാ ഈ നോക്കുന്ന ഈ മാമൻ കേട്ടോ. ഏതാണ് ഈ മാമൻ ചേച്ചിയെ നോക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരും. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.